കരിപ്പൂർ വിമാനത്താവളത്തിലെ കാര്യങ്ങൾ കൂടി നോക്കണം. ഗൾഫ് നാടുകളിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകളെ ബാധിച്ചുവെന്ന് അറിയുന്നു. ഇന്ന് പുലർച്ചെ 2:30 കരിപ്പൂരിലെത്തി 3:35 ദോഹയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന ഖത്തർ എയർവേസിന്റെ വിമാനം റദ്ദാക്കിയിൽ ഉൾപ്പെടുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കോഴിക്കോട്ട് നിന്ന് വിവിധ ഗൾഫ് നാടുകളിലേക്കുള്ള വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. യാത്രയ്ക്ക് മുൻപ് വിമാന സർവീസുകളുടെ കാര്യത്തിൽ യാത്രക്കാർ ഉറപ്പുവരുത്തണം എന്നാണ് വിമാന കമ്പനി അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശിവദാസ് കന്മനം ചെയ്യുന്നുണ്ട്. ശിവദാസ്, അങ്ങനെ ഒരു അറിയിപ്പ് പോയപ്പോൾ തന്നെ പലരും ഒരുപക്ഷെ പുറപ്പെട്ടിട്ടുണ്ടാകും വിമാനത്താവളങ്ങളിലേക്കൊക്കെ. അങ്ങനെ വഴിയിൽ കുടുങ്ങിപ്പോയ ആളുകളുമൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? വീണ, ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വിമാന സർവീസുകളെ കൂടി അത് ബാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇറാൻ ഇസ്രായേൽ സംഘർഷം അത് രൂക്ഷമായി നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഖത്തറിലേക്കും ഇത്തരത്തിലുള്ള ഒരു യുദ്ധ സാഹചര്യം, ഇറാൻ്റെ ആക്രമണം ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗൾഫ് നാടുകളിലേക്കുള്ള വിമാന സർവീസുകളെ കൂടി അത് ബാധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, മലബാറിൽ നിന്നും നിരവധി യാത്രക്കാർ ഇത്തരം ഗൾഫ് നാടുകളിൽ പോയി ജോലി ചെയ്യുന്ന നിരവധി ആളുകൾ ഉണ്ട്. ഈ അപ്രതീക്ഷിതമായി വിമാനങ്ങൾ സർവീസ് ചെയ്യുന്നത് ഇത് അവരെ വലിയ രീതിയിൽ തന്നെയാണ് ബാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ യാത്ര ചെയ്യേണ്ട ആളുകൾ ഉണ്ട്. ഇന്നും ഇന്നലെയും എല്ലാം തന്നെ യാത്ര ചെയ്യേണ്ട ആളുകൾ ഉണ്ട്. അപ്രതീക്ഷിതമായി ഇങ്ങനെ വിമാനങ്ങൾ റദ്ദ് ചെയ്യുന്നത് വലിയ രീതിയിൽ തന്നെ അവരെ ബാധിച്ചിട്ടുണ്ട്. ഇന്ന് ഗൾഫ് കോഴിക്കോട് വിമാന സർവീസുകളെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു യുദ്ധസമാനമായ സാഹചര്യം വലിയ രീതിയിൽ ബാധിച്ചിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ 1:20 അബുദാബിയിലേക്ക് പോകേണ്ട ഇൻഡിഗോ വിമാനം യാത്രക്കാരെ ചെക്ക് ഇൻ ചെയ്ത ശേഷം പിന്നീട് അത് തിരിച്ചയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതോടെ ഈ യാത്രക്കാർ വഴിയിൽ കുടുങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. ദമാമിലേക്ക് പുറപ്പെടേണ്ട വിമാനം, അതോടൊപ്പം തന്നെ റിയാദ്, അബുദാബി, മസ്കറ്റ്, ഷാർജ തുടങ്ങിയ രാഷ്ട്രങ്ങളിലേക്ക് പോകേണ്ട വിമാനങ്ങളെല്ലാം തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടും, അതോടൊപ്പം തന്നെ കരിപ്പൂരിൽ നിന്ന് തിരിച്ചും പോകേണ്ട വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഖത്തറിലെ ദോഹയിലേക്ക് ഇന്ന് പുലർച്ചെ 3:35 പുറപ്പെടേണ്ട വിമാനം റദ്ദാക്കിയിട്ടുണ്ട്. ഇങ്ങനെ നിരവധി വിമാനങ്ങളാണ് കരിപ്പൂരിൽ നിന്ന് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് പോകേണ്ട വിമാനങ്ങളും തിരിച്ച് കരിപ്പൂരിലേക്ക് എത്തേണ്ട വിമാനങ്ങളും റദ്ദാക്കിയത്. ഇത് വലിയ രീതിയിൽ, പ്രത്യേകിച്ച് മലബാറിൽ നിരവധി ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന യാത്രക്കാരും വിദ്യാർത്ഥികളും അടക്കമുള്ള ആളുകൾ ഉള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി ഈ വിമാനങ്ങൾ റദ്ദാക്കിയത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി യാത്രക്കാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കൃത്യമായി തന്നെ ഉറപ്പാക്കണം എന്നാണ് വിമാന കമ്പനി അധികൃതർ, അതായത് വിമാന സർവീസുകൾ കൃത്യമായി ഉറപ്പാക്കണമെന്ന് വിമാന കമ്പനികൾ ഒരു അറിയിപ്പ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിമാനത്താവള അധികൃതരും അത്തരത്തിലുള്ള ഒരു അറിയിപ്പാണ് നൽകുന്നത്. യാത്രക്കാർ ഇക്കാര്യങ്ങൾ കൃത്യമായി ഉറപ്പുവരുത്തണം, അതിൻ്റെ ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം എന്നൊരു നിർദ്ദേശമാണ് വിമാന കമ്പനി അധികൃതരും അതോടൊപ്പം വിമാനത്താവള അധികൃതരും ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും നിരവധി യാത്രക്കാരാണ് ഇതുമൂലം വലിയൊരു ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. വീണ, ശരി ശിവദാസ്.